ഗതകാല സ്മരണകൾ ഉണർത്തി അന്നൂരിൽ വീണ്ടും തണ്ണീർ പന്തലൊരുങ്ങി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന KM കുഞ്ഞമ്പുവിന്റെ 75ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് KMK സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിൽ അന്നൂരിൽ കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിച്ചു. തലയന്നേരിക്കാവിന് മുൻവശത്തുള്ള ചുമടുതാങ്ങിക്ക് സമീപമാണ് തണ്ണീർപന്തൽ ഒരുക്കിയിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചുമടുതാങ്ങിയും തണ്ണീർപന്തലും ചരിത്ര സ്മാരകങ്ങളാണ്. പണ്ടുകാലത്ത് ഭാരം ചുമന്ന് നടക്കുന്നവർക്ക് ഇടത്താവളവും വിശ്രമ കേന്ദ്രവുമായിരുന്നു ഇവ. മുൻകാലങ്ങളിൽ അന്നൂരിലെ ചില തറവാട്ടുകാരായിരുന്നു തണ്ണീർപന്തലിൽ ദാഹജലം നൽകിയിരുന്നത്. പിന്നീട് അത് തായമ്പത്ത് ഭാസ്കരൻ ഏറ്റെടുക്കുകയായിരുന്നു. കുറച്ചു വർഷങ്ങളായി KMK കലാസമിതി ഇത് ഏറ്റെടുത്ത് നടത്തി വരികയാണ്. ഇന്ന് രാവിലെ കലാസമിതി പ്രസിഡന്റ് VTV രാഘവൻ, പാചകരത്നം KU ദാമോദര പൊതുവാൾക്ക് ദാഹജലം നൽകി തണ്ണീർപന്തൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. വളരെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനും അതുപോലെ നാടക നടനും സിനിമാ നടനും കൂടിയായ അന്നൂരിൻ്റെ പ്രമുഖൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ 75ാം ചരമദിനമാണ് ഇന്ന് KMK കലാസമിതി കൊണ്ടാടുന്നത്. എല്ലാ വർഷവും മാർച്ച് 19-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ പുഷ്പം വർഷിച്ചുകൊണ്ട് KMK കലാസമിതിയുടെ പ്രവർത്തകന്മാർ അദ്ദേഹത്തെ ഇന്നും ഓർക്കുകയാണ് ചെയ്യുന്നത്. കലാസമിതി പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ KMKയുടെ സ്മരണ പുതുക്കുന്ന ഇന്നത്തെ ഈ ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഒരു സാമൂഹിക പ്രവർത്തനം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചൂട് വളരെയധികം കൂടി വരുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ കുടിവെള്ള വിതരണം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. KMKയുടെയും അതിനുശേഷം അടുത്ത കാലത്തായിട്ട് ഈ പ്രവർത്തനം വളരെ കാലമായിട്ട് നടത്തി വന്ന നമ്മുടെ കലാസമിതിയുടെ പ്രവർത്തകനായിരുന്ന ശ്രീ തായമ്പത്ത് ഭാസ്കരേട്ടൻ്റെയും സ്മരണയ്ക്ക് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം നടത്തി വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനം, ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം, മാനുഷിക മൂല്യമുള്ള ഈ ഒരു പ്രവർത്തനം നടത്തി വരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. വരുന്ന 2 മാസക്കാലം യാത്രക്കാർക്ക് ദാഹജലം ഒരുക്കി തണ്ണീർപന്തൽ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.